നമസ്കാരം. പ്രൈം ടൈമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ, ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു വാർത്തയോടെയാണ് ഇന്ന് പ്രൈം ടൈം തുടങ്ങുന്നത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്നാണ് ആ വാർത്ത വന്നത്. ഇന്നലെ കാണാതായ 14-കാരിയുടെ മൃതദേഹം പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. തൊട്ടു പിന്നാലെ 16-കാരൻ പോലീസിന്റെ കസ്റ്റഡിയിലായി. ബലാത്സംഗത്തിനു ശേഷം കഴുത്തു ഞെരിച്ചു കൊന്നതാണെന്ന് ആ 16-കാരൻ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയതാണവൾ. സ്കൂൾ സമയം കഴിഞ്ഞും തിരിച്ചെത്തിയില്ല. ആദ്യം അന്വേഷിച്ചത് സ്കൂളിൽ. അധ്യാപകരോട് തിരക്കിയപ്പോഴാണ് കുട്ടി അന്ന് സ്കൂളിലെത്തിയിട്ടില്ല എന്ന വിവരം അറിയുന്നത്. പരിചയമുള്ളവരോടെല്ലാം അന്വേഷിക്കുന്നതിനിടെ അമ്മയുടെ ഫോണിലേക്ക് അപരിചിതമായ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. താൻ വീടിന് സമീപത്ത് തന്നെയുണ്ടെന്നും ഉടനെത്തുമെന്നും പെൺകുട്ടി. അപ്പോൾ സമയം വൈകിട്ട് 6:30. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അതോടെ വീട്ടുകാർ പോലീസിനെ സമീപിച്ചു. പിന്നെ വിപുലമായ തിരച്ചിൽ. പോലീസ് സഹപാഠികളോട് കാര്യങ്ങൾ തിരക്കി. 16-കാരനിലേക്കുള്ള ആദ്യ സൂചന പോലീസിന് ലഭിച്ചു. നേരത്തെ പെൺകുട്ടി വിളിച്ച ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിനെ എത്തിച്ചത് തൊടികപ്പലം റെയിൽവേ സ്റ്റേഷന് സമീപത്ത്. കരുവാരക്കുണ്ടിൽ നിന്ന് 10 കിലോമീറ്ററിലേറെ അകലെ വാണിയമ്പലത്ത് റെയിൽവേ ട്രാക്കിനരികിൽ കുറ്റിക്കാട്ടിൽ മൃതദേഹം. കൈകൾ പുറകിലേക്ക് കെട്ടിയിരുന്നു. ശരീരത്തിൽ നിരവധി മുറിവുകൾ. 6 മണിക്ക് ഒരു കോൾ വന്നതാണ് ഞാൻ ഇവിടെ എത്താനായിട്ട് വേറെ ആളെ നമ്പറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നമ്പർ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ആ ഒരു സംശയം, പിന്നെ ഈ പയ്യനായിട്ടുള്ള റിലേഷനും കൊണ്ടും അങ്ങനെയാണ് അന്വേഷണം ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറന്മാർ അവന് വീട്ടിൽ വന്ന് സ്റ്റേഷൻ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത്. +2 വിദ്യാർത്ഥിയായ 16-കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിഞ്ഞത്. പീഡന വിവരം വീട്ടിലറിയിക്കുമെന്ന് പറഞ്ഞതാണ് കൊലപാതക കാരണമെന്ന് 16-കാരൻ മൊഴി നൽകി. 16-കാരനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് പെൺകുട്ടി എങ്ങനെ എത്തി എന്നതിലുൾപ്പെടെ ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട്. 24 മലപ്പുറം. 14-കാരിയെ 16-കാരൻ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇതിലെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിന് പോലീസിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അന്വേഷണത്തിലെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഈ 16-കാരൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നാളെ മാധ്യമങ്ങളെ കാണും എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് പെൺകുട്ടിയെ കാണാനില്ലാത്ത വിവരം പെൺകുട്ടിയുടെ മാതാവിൽ നിന്ന് പോലീസിന് പരാതിയായി ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയും അവരുടെ അനിയത്തിയും അമ്മയും ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും സ്കൂളിലേക്ക് എത്തിയതും. പെൺകുട്ടിയുടെ മാതാവ് ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിന് സമീപത്തെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. പിന്നീട് പെൺകുട്ടിയുടെ അനിയത്തി ഈ പെൺകുട്ടിയുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നു. പെൺകുട്ടിയുടെ അനിയത്തി സ്കൂളിലേക്ക് കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ 14-കാരി സ്കൂളിലേക്ക് കയറാതെ മാറിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ പെൺകുട്ടിയുടെ അമ്മ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടി പെൺകുട്ടി തിരിച്ച് വീട്ടിലെത്തേണ്ട സമയമായതിനു ശേഷവും എത്താതിരുന്നതോടുകൂടിയിട്ടാണ് പെൺകുട്ടിയുടെ അമ്മ സ്കൂളിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. ആ സമയത്താണ് പെൺകുട്ടി സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു വിവരം അമ്മയ്ക്ക് ലഭിക്കുന്നത്. ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഫോൺ വരികയാണ്. അപരിചിതമായ ഒരു നമ്പറിൽ നിന്നാണ്. ഞാൻ വീടിനടുത്ത് തന്നെയുണ്ട്, അല്പസമയത്തിനകം എത്തുമെന്നായിരുന്നു കോള്. പിന്നീട് തിരിച്ചു വിളിക്കാൻ നോക്കുന്ന സമയത്ത് അതിൽ ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല. വീണ്ടും പല ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ടു. പ്രദേശത്തെ സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ച് കാണാനില്ല എന്നൊരു വിവരം പങ്കുവെക്കുന്നു. അതിന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം 6:30 കൂടിയിട്ട് വീണ്ടും ഈ ഫോണിലേക്ക് കോൾ വരികയാണ്. ഞാൻ വീടിനടുത്ത് തന്നെയുണ്ട്, അല്പസമയത്തിനകം എത്തുമെന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ 16-കാരനായ ഒരു വിദ്യാർത്ഥിയുമായിട്ട് നേരത്തെ സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. ഇത് ഈ പെൺകുട്ടിയുടെ കുടുംബം വിലക്കിയതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കുടുംബം ഈ 16-കാരനെതിരെ നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷൻ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ആ സമയത്ത് ചില ഭീഷണികളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനാൽ നൽകിയ പരാതിയിൽ പോലീസ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നോ? ഈ കുട്ടിയെ, ഈ 16-കാരനെ
എന്താണ് അയാളെ വിളിക്കുകയോ പോലീസ് സംസാരിക്കുകയോ ആ നിലയിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുകയോ മറ്റോ ചെയ്തിരുന്നോ, അതോ ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് തന്നെയാണ് മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ 16-കാരൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ഈ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ 16-കാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നോടൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കുടുംബങ്ങൾ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാലാണ് ഈ പറയുന്ന 16-കാരൻ്റെ കൂടെ ഈ പെൺകുട്ടി പോയത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അന്വേഷണം അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം രാവിലെ 9:30 കൂടിയിട്ടാണ് പെൺകുട്ടി സ്കൂളിലേക്ക് പോവാതെ ഇയാളുടെ കൂടെ പോകുന്നത്. പിന്നീട് വൈകിട്ട് 6:30 കൂടിയിട്ട് അമ്മയെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പകൽ മുഴുവൻ ഈ പെൺകുട്ടിയും സുഹൃത്തും ഒരുമിച്ചായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീടാണ് അത് കൊലപാതകത്തിലേക്ക് എത്തുന്നത്. അതേസമയത്ത് തന്നെ ഈ പറയുന്ന 16-കാരൻ്റെ സ്വഭാവ വൈകല്യത്തെ പറ്റിയുള്ള പരാതികൾ ഒരുപാടുണ്ട്. ലഹരി വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതായിരുന്നു എന്ന തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 16-കാരൻ എപ്പോഴും ഒന്നും സ്കൂളിലേക്ക് എത്താറില്ലായിരുന്നു. ക്രിസ്മസ് അവധി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്ന അധ്യാപകരിൽ നിന്നും ഉള്ള മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉള്ളതിനാലാണ് 2 തവണ അമ്മയുടെ ഫോണിലേക്ക് മറ്റൊരു അറിയാത്ത നമ്പറിൽ നിന്ന് ഫോൺ വരുന്ന സമയത്ത് തന്നെ മറ്റൊന്നും കാത്തു നിൽക്കാതെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ആ പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ അമ്മയെ വിളിച്ച ഫോൺ നമ്പറിന്റെ വിവരങ്ങൾ പോലീസിന് നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ ഈ പറയുന്ന തൊടികപ്പലം റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. പോലീസും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും ആരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് ഇന്ന് രാവിലെയാണ് തൊടികപ്പലത്തിനും വാണിയമ്പലത്തിനും ഇടയിലുള്ള പള്ളിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണിച്ചു കൊടുക്കുന്നത് ഇന്നലെ മുഴുവനായിട്ടും ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന 16-കാരനാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവകരമായിട്ടുള്ള കാര്യം. പെൺകുട്ടി ഇയാളുടെ കൂടെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ ഒരുമിച്ചുണ്ടാകുന്നു. പിന്നീട് വൈകിട്ട് 6:30 അമ്മയെ ഫോൺ വിളിച്ച് പറയുകയാണ്, ഞാൻ അല്പസമയത്തിനകം തന്നെ എന്തായാലും പോലീസ് അതിന്റെ കണ്ടെത്തലുകൾ നാളെ മാധ്യമങ്ങളുമായി പങ്കുവച്ചേക്കും എന്ന വിവരം കൂടിയുണ്ട്. ഒരുപക്ഷെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വാർത്താ സമ്മേളനം നടത്തിയേക്കും. എന്തായാലും 16-കാരനെ കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അയാൾ ലഹരി ഉപയോഗിക്കുന്നയാളാണ്. സ്കൂളിൽ എത്താറുണ്ടായിരുന്നില്ല. ക്രിസ്മസിന് ശേഷം അവധി കഴിഞ്ഞ് അയാൾ സ്കൂളിൽ എത്തിയിട്ട് ഇല്ല എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അത് മാധ്യമങ്ങളോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചേക്കും. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രോസിക്യൂഷന്റെ നിർണായക നീക്കം. അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താൻ അതിജീവിത തിരുവല്ല കോടതിയിൽ അപേക്ഷയും നൽകി. നാളെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ജാമ്യത്തെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുന്നുണ്ടെന്ന് വാദിച്ചു. എല്ലാം നടന്നത് പരസ്പര സമ്മതത്തോടെ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇതിനിടെയാണ് പ്രോസിക്യൂഷന്റെ നിർണായക ഇടപെടൽ. പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് വീഡിയോ അടങ്ങുന്ന CD ഹാജരാക്കിയത്. ഓൺലൈനായി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അതിജീവിത കോടതിയിൽ അപേക്ഷയും നൽകി. വിദേശത്തായതിനാൽ ഓൺലൈനായി രഹസ്യമൊഴി എടുക്കണമെന്നാണ് അപേക്ഷ. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിശ്വസ്തനും സുഹൃത്തുമായ ഫെനി നൈനാനെതിരെ അതിജീവിത ഇന്ന് രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ നേരിൽ കാണാൻ ഫെനിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു. സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെനി നൈനാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിലാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമാധ്യമങ്ങളോട് അധിക്ഷേപിക്കുന്നുവെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് മുൻ മന്ത്രി ആന്റണി രാജു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, ഈ കേസിലെ വിചാരണ കോടതി വിധിയിൽ ഒരു സ്റ്റേ അടിയന്തരമായി വേണ്ടിവരും ആന്റണി രാജുവിന്. തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ അത് നിർണായകമാണ്.
ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. എപ്പോഴായിരിക്കും കോടതി അത് പരിഗണിക്കുക, വാദത്തിനെടുക്കുക? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ മുൻ MLA-യും മന്ത്രിയുമായിട്ടുള്ള തൊണ്ടിമുതൽ കേസിലെ രണ്ടാം പ്രതി കൂടിയായ ആന്റണി രാജു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കേസിലെ രണ്ടാം പ്രതിയായ ആന്റണി രാജു തന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ പരിഗണിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ MLA സ്ഥാനം കൂടി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു കോടതി ഇടപെട്ട ഈ വിധിയെ സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ ആകൂ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരമൊരു കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആന്റണി രാജു ഇപ്പോൾ ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും നാളെ ഹർജി പരിഗണിക്കും. വിജയകുമാർ. യെസ്, ഒരു ഇടക്കാല സ്റ്റേ ഉത്തരവിന് വേണ്ടിയായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ആന്റണി രാജു കോടതിയിൽ വാദിക്കുക എന്നുറപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇടക്കാല ഉത്തരവ് വാങ്ങി അതിന്റെ ആനുകൂല്യത്തിൽ മത്സരിക്കാനൊക്കെയുള്ള നീക്കം നടത്താൻ അദ്ദേഹത്തിന് ഈ സ്റ്റേ വേണ്ടിവരും. അതിനായിരിക്കും ഈ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അപ്പീലിൽ ആദ്യഘട്ടത്തിൽ വാദം നടക്കുക. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്കും തന്ത്രി കണ്ഠരര് രാജീവർക്കും കുരുക്കം. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ച് എന്ന് രേഖകൾ പുറത്തു വന്നു. ആചാരവിധി പ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ പ്രതികരണം. പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് ലംഘിച്ചത്. 2012 ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവ് മറികടന്നാണ് വാജിവാഹനം 2017 തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലുള്ള UDF ഭരണസമിതിയായിരുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ബോർഡ് തീരുമാനമാണ് ലംഘിക്കപ്പെട്ടതെന്ന് വ്യക്തമായി. എന്നാൽ താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം. ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പതിരിക്കുന്നത് ലോകമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയെന്ന് കോൺഗ്രസ് പ്രതികരണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത്, നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. ഇനി അജയ് തറയിൽ UDFന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDFന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രിയല്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. തന്ത്രി ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന തരത്തിലും ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്കനുസരിച്ചും പൂജാവിധികൾ നിശ്ചയിക്കാനും ശാന്തിക്കാർക്ക് പരിശീലനം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അധികാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തന്ത്രി. അതിന് തന്ത്രിക്ക് പ്രതിഫലമുണ്ട്, ദക്ഷിണ എന്നാണ് അതിനെ പറയുക. എന്നാൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത്. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് സന്നിധാനത്ത് 4 ഇടങ്ങളിൽ പരിശോധന നടത്തി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ കോടതി ഇന്ന് SIT കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായിരുന്നു സന്നിധാനത്ത് നിന്നും ശേഖരിച്ച് VSSCയിൽ പരിശോധന നടത്തി ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. സ്വർണം പൂശിയ ചെമ്പ് പാളികളുടെയും പരിശോധനാ ഫലം കൈമാറി. ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടമായെന്നറിയുന്നതിന് റിപ്പോർട്ട് പ്രധാനമാണ്. പാളികൾ അപ്പാടെ മാറ്റിയോ പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത്, പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമോ എന്ന ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. മുദ്രവെച്ച കവറിൽ കോടതിയിൽ കൈമാറിയ റിപ്പോർട്ട് SITക്ക് കൈമാറും. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെ നെയ് വിൽപ്പന ചുമതലയിലുണ്ടായിരുന്ന 33 പേരാണ് കേസിലെ പ്രതികൾ. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N വിജയകുമാറിനെ ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിന്റെ മൊഴി നിർണായകമായിരുന്നു.
24 തിരുവനന്തപുരം. കോഴിക്കോട്ട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വഴിയില്ലെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് NHAI പ്രൊജക്ട് ഡയറക്ടർക്ക് നോട്ടീസ് അയച്ചു. ദീപക് ധർമ്മട വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം അവിടെ വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ നടത്തി വരികയാണ്. അതിനിടെയാണ് ഇവിടെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ കേസെടുത്തിരിക്കുകയാണ്, നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബൈജുനാഥാണ് ഇതിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്കാണ് കേസെടുത്ത് നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. അതായത് നെല്ലിക്കോട് സ്വദേശിയുടെ പരാതിയാണ്. ആ പ്രദേശത്ത് കാൽനട യാത്ര സാധ്യമാകുന്നില്ല. ഈ സർവീസ് റോഡുകൾ പൂർത്തിയാകാത്തതിനെക്കുറിച്ച്, കാൽനടയാത്ര സാധ്യമല്ലാത്തതിനെക്കുറിച്ചുള്ള നിരവധി പരാതികൾ, പ്രതിഷേധങ്ങൾ ഉള്ള സമയത്താണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ നെല്ലിക്കോട് സ്വദേശിയായ പി കൃഷ്ണദാസ്, ഇദ്ദേഹമാണ് ഈ പരാതി മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചത്. ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്ത് NHAIയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ്റെ സിറ്റിംഗിൽ ഈ കേസ് വിശദമായി പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാൽനട യാത്രക്കാർക്കും സാധാരണ നാട്ടുകാർക്കും നിരവധി പരാതികളുണ്ട്, ബൈക്ക് യാത്രക്കാർക്ക് ഉൾപ്പെടെ. അത്തരം പരാതികളിൽ ഒന്നായിരുന്നു ഈ കാൽനട യാത്ര. പാലാഴിയിൽ ഈ കോഴിക്കോട് നഗരത്തിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലാണ് ഈ സംഭവം. ഇത് സാധ്യമാകുന്നില്ല എന്ന പരാതി വരുന്നു. ആ പരാതിയിൽ NHAI ഒന്നും ചെയ്യാതിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് നാട്ടുകാർ ചേർന്ന് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. അതിലാണിപ്പോൾ കേസെടുത്ത് നോട്ടീസ് ആയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം ഈ മാസം 24 നടക്കുമെന്നൊരു വിവരം തിരുവനന്തപുരം ബ്യൂറോ നൽകുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ആ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതേതരത്വം വിട്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കില്ല എന്നാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോട്ടെ എന്ന് വെക്കണം, അതാണ് ഈ അവസരത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് എന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഇതുൾപ്പെടെയുള്ള മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മിന്നും ജയം. 2.5 പതിറ്റാണ്ടായി ശിവസേനയുടെയും താക്കറെ കുടുംബത്തിന്റെയും നിയന്ത്രണത്തിലുള്ള മുംബൈ കോർപ്പറേഷൻ ഭരണം BJP വൻ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തു. പൂനെയിൽ പവാർ കുടുംബത്തിന്റെ ആധിപത്യവും വമ്പൻ ജയത്തോടെ BJP അവസാനിപ്പിച്ചു. എക്സിറ്റ് പോളുകൾ ഏതാണ്ട് എക്സാക്ട് പോളുകളായി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെ സമ്പന്നമായ കോർപ്പറേഷൻ ഭരണം ഇനി BJPക്ക്. 100-നടുത്ത് സീറ്റുകൾ പിടിച്ചാണ് കോർപ്പറേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. ഒപ്പം നിന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. മറുവശത്ത് പാർട്ടിയുടെ കോട്ടയെന്ന് കരുതുന്ന മുംബൈയുടെ ഭരണം മാധോശ്രീക്ക് കൈമോശം വന്നത് ഉദ്ധവ് താക്കറെക്ക് കനത്ത തിരിച്ചടിയായി. രാജ് താക്കറെക്കൊപ്പം ചേർന്ന് നടത്തിയ പരീക്ഷണവും പ്രതീക്ഷിച്ച ഫലമുണ്ടാക്കിയില്ല. പൂനെയിൽ NCPയുടെ ശക്തി കേന്ദ്രത്തിൽ അധികാരം നിലനിർത്താൻ ഒന്നിച്ച അജിത് പവാറും ശരത് പവാറും BJPക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. പൂനെയിലും പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലും കൂറ്റൻ ലീഡോടെയാണ് BJP അധികാരം പിടിച്ചത്. മറ്റു കോർപ്പറേഷനുകളിലും BJPയുടെ തേരോട്ടമാണ്. വിരലിലെ മഷി മായുന്നതുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ദിനത്തെക്കുറിച്ചുള്ള വാർത്ത പങ്കുവച്ചാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ചത്. 2.5 പതിറ്റാണ്ട് നീണ്ട ശിവസേന ഭരണം അവസാനിപ്പിച്ച് മുംബൈയുടെ ഭരണം BJP പിടിച്ചെടുക്കുമ്പോൾ ആ വിജയം അത്രമേൽ ആധികാരികമാണ്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തുടർച്ചയായി 25 വർഷം ഭരിച്ച കോർപ്പറേഷനാണ് മുംബൈയിൽ താക്കറെ കുടുംബത്തിന് നഷ്ടമാകുന്നത്. മറാഠി വോട്ടുകൾ പിടിക്കാനായി രാജ് താക്കറെ ഒപ്പം കൂട്ടി ഉദ്ധവ് താക്കറെ നടത്തിയ പരീക്ഷണം ഉദ്ദേശിച്ച ഫലമുണ്ടാക്കിയില്ല. രാജ്യത്ത് നഗരമേഖലകളിൽ BJP ഉണ്ടാക്കുന്ന നേട്ടത്തിന്റെ തുടർച്ചയാണ് മുംബൈയിലും കണ്ടത്. 2019 BJPയുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിനെയും NCPയെയും ഒപ്പം കൂട്ടി ഉദ്ധവ് താക്കറെ തുടങ്ങിവെച്ച രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഏറ്റവും ഒടുവിലെ തിരിച്ചടിയാണ് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടായതോടെയാണ് പഴയ ലൈനിലേക്ക് മടങ്ങിയെത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി MNS തലവൻ രാജ് താക്കറെയെ 2 പതിറ്റാണ്ട് നീണ്ട പിണക്കം മാറ്റി നിർത്തി ഉദ്ധവ് ഒപ്പം കൂട്ടിയത്. മറാഠി സംസാരിക്കാത്തവരെ മർദ്ദിച്ചും സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധമാക്കുന്നതിനെതിരെ ഒരുമിച്ച് പ്രതിഷേധിച്ചും ഉദ്ധവും രാജും ലക്ഷ്യമിട്ടത് മറാഠി വോട്ട് ബാങ്കിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈ ബുദ്ധി തുണച്ചില്ല.
രാജിനെ ഒപ്പം കൂട്ടിയതോടെ ഉദ്ധവുമായി പിണങ്ങി മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് MNSനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനവും നടത്തി. മറാഠികളല്ലാത്ത വോട്ടർമാരെ അത്രമേൽ ഉദ്ധവും രാജും പരിഭ്രാന്തിയിലാക്കിയിരുന്നു. ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ദക്ഷിണേന്ത്യക്കാരെ അപമാനിക്കും വിധം BJP നേതാവ് K. അണ്ണാമലയെ ലക്ഷ്യമിട്ട് രാജ് താക്കറെ നടത്തിയ അസഭ്യ പരാമർശവും ആ തരത്തിൽ ചർച്ചയായി. ശിവസേനയെ പിളർത്തി അമ്പും വില്ലും ചിഹ്നവുമായി പോയ ഏക്നാഥ് ഷിൻഡെയ്ക്ക് ഇന്ന് കിട്ടിയ സീറ്റെല്ലാം ബോണസാണ്. പക്ഷെ താനെയിലാണ് ഷിൻഡെയുടെ കരുത്ത്. ബാൽ താക്കറെയുടെ കാലത്തുണ്ടായിരുന്ന കരുത്ത് മാധോഷിക്ക് ഇപ്പോൾ മുംബൈയിൽ ഇല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വ്യക്തമാവുകയാണ്. ഒരു കാലത്ത് സംസ്ഥാനത്ത് ശിവസേനയുടെ ജൂനിയർ പാർട്ണറായിരുന്ന BJP 2014 ശേഷം സംസ്ഥാനത്തുണ്ടാക്കിയ വളർച്ചയുടെ കൂടി ഫലമാണ് ഈ വീഴ്ച. ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മുംബൈയിലുണ്ടായ ഈ വീഴ്ചയിൽ നിന്ന് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് കരകയറുക അത്ര എളുപ്പമല്ല. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. മുംബൈ കോർപ്പറേഷനിൽ ചരിത്രമെഴുതി ഇരിങ്ങാലക്കുടക്കാരൻ ജഗദീഷ് തൈവളപ്പിൽ. ധാരാവിയിൽ നിന്ന് മത്സരിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയായിരുന്നു ജഗദീഷ്. 4000-ലേറെ വോട്ടുകൾക്ക് മിന്നും ജയം നേടി. ജനങ്ങൾ ഒപ്പമുണ്ടെന്ന് വീണ്ടും തെളിഞ്ഞതായും ജഗദീഷ് തൈവളപ്പിൽ 24നോട് പറഞ്ഞു. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ധാരാവിയിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് ഒരു മലയാളി ജഗദീഷ് തൈവളപ്പിൽ. നമ്മൾ പ്രചാരണ കാലത്തും കണ്ടായിരുന്നു. ഇത്തവണ അദ്ദേഹം ഫലം വന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ജഗദീഷ് ഭായ് നമ്മുടെ കൂടെ. ജഗദീഷ് ഭായ്, പറഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ്. ഈ ജനങ്ങളാണ് എനിക്ക് കൂടെ ഉള്ളത്. അവർ കൂടെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ഫഡ്നാവിസ് അല്ല, ഉപമുഖ്യമന്ത്രി ആര് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 2017 മത്സരിച്ചത്. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ഇടവേളയുണ്ട്, ഏതാണ്ട് 2-3 വർഷം. ആ സമയത്തൊക്കെ നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചെലവാക്കി പല പ്രവർത്തനങ്ങളും അവിടെ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്തൊക്കെ നമ്മൾ നിരന്തരം സംസാരിച്ചാണ്. യഥാർത്ഥത്തിൽ അതൊക്കെയാണോ ജനങ്ങൾക്ക് ഇത്രയധികം താങ്കളെ സ്നേഹിക്കാനുള്ള? ഞാൻ 5 വർഷം ഉണ്ടായതുകൊണ്ട് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ നേരം വെളുത്ത ഒരു 5 മണിയാകുമ്പോഴേക്കും ഞാൻ ഇറങ്ങേണ്ട വാർഡിൽ. അപ്പം ഞാൻ താഴെയുള്ള തട്ടിൽ ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് അവർ ഒരിക്കലും എന്നെ മറന്നില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇത്തവണ BJP വലിയ നേട്ടം ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ. ശിവസേന പലയിടത്തും വിചാരിച്ച ഒരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ധാരാവി പോലെ ഒരിടത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇത്തവണ കുറച്ചുകൂടി അതൊരു സ്പെഷ്യലാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ജനങ്ങൾ ഈ കൗൺസിൽ ഇലക്ഷന് പൊളിറ്റിക്സ് നോക്കാറില്ല. കാരണം അവർ ജനങ്ങളെ നോക്കുന്നത്. അവരെ കൂടെ ആര് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യും. വലിയ വിജയമാണ് ജഗദീഷ് തൈവളപ്പിലിന് ഇരിങ്ങാലക്കുടക്കാരന് ധാരാവിക്കാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 600 ചില്ലാനം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ ഇത്തവണ 4000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം മിന്നും വിജയം നേടിയിരിക്കുന്നത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇനി നമ്മൾ പോകുന്നത് കലോത്സവ വാർത്തകളിലേക്കാണ്. തൃശ്ശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോ-സ്പോൺസർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. പൂരനഗരിയിൽ കലയുടെ കുടമാറ്റം തുടരുകയാണ്. ആവേശം തീർത്ത് ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ തകർത്താടുകയാണ് കൗമാര പ്രതിഭകൾ. 3-ാം നാളിൽ 171 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ സ്വർണ്ണക്കപ്പ് ഇത്തവണ ആര് നേടുമെന്നതിൽ ആകാംക്ഷ ഏറുകയാണ്. കണ്ണൂർ ജില്ലയാണ് നിലവിൽ 1-ാം സ്ഥാനത്ത്. ആവേശം പങ്കുവച്ച് തൃശ്ശൂരിൽ നിന്ന് സ്മിത ഹരിദാസും പ്രജിൻ സി കണ്ണനും നമുക്കൊപ്പം ചേരുകയാണ്. സ്മിത, പ്രജിൻ, ഇരുവർക്കും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. എങ്ങനെയുണ്ടെന്ന് 3-ാം ദിവസം ജനപ്രിയ ഇനങ്ങൾ ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ വേദികളിൽ സദസ്സിലൊക്കെ തൃശ്ശൂരുകാര് ആസ്വാദകരായി നിറഞ്ഞു കവിയുന്നത് നമ്മൾ കണ്ടിരുന്നു. പൊതുവെ ഈ കലാപരിപാടികളോട്, കലാമേളകളോടൊക്കെ വലിയ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുന്നവരാണ് തൃശ്ശൂരുകാർ. ഇത്തവണയും ആ കാഴ്ച തന്നെയാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. പറയൂ 3-ാം ദിവസത്തെ വിശേഷങ്ങൾ. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാത്തതുപോലെ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ് കേരളത്തിന്റെ. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒറ്റ ഫ്രെയിമിൽ അത് കാണാം. നമുക്ക് പിറകിലുള്ളത് സൂര്യകാന്തി എന്ന 1-ാം വേദിയാണ്. അവിടെ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതെ, നിറഞ്ഞ സദസ്സിലാണ് ഇപ്പോഴും ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 3-4 മണിയോട് തുടങ്ങിയതാണ്. ആ സമയം തൊട്ട് നിറഞ്ഞ സദസ്സിലാണ് ഈ മത്സരം
നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തിരികെ നമ്മളൊന്ന് മാറി നടന്നു കഴിഞ്ഞാൽ വിജയകുമാർ ഒന്ന് ഞെട്ടും. കാരണം ഇത് ഒരു പൂരപ്പറമ്പിന് സമാനമാണ്. ഒരു പൂരത്തിന് എങ്ങനെയാണോ ആൾക്കാർ ഇവിടെ കൂടുന്നത് അതിന് സമാനമാണ് തേക്കിൻകാട് മൈതാനി എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരത്തിനുള്ള ഒരു സ്കോപ്പും അവർ വിടില്ല. ഇത് മറ്റൊരു പൂരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വൈകിട്ടായപ്പോഴേക്കും ഇന്നലത്തേക്കാൾ, അത് ഓരോ ദിവസവും, ആദ്യ ദിവസം ഞാൻ പറഞ്ഞില്ലേ രാത്രി മുഴുവനും മത്സരം വൈകിയെങ്കിലും അപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾ നിറയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു 3-4 ഇരട്ടി വരുമെന്നുള്ളതാണ്. ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിച്ചാൽ പറയും കുറേ പേര് കലാമത്സരങ്ങൾ ആസ്വദിക്കാൻ വരുന്നു, കുറേ പേര് ഈ ഓളം ആസ്വദിക്കാൻ വരുന്നു, അതിഥികളെ കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. കാരണം ഒരുപാട് പേര് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ളവർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ്. അവരെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കാനും കുശലം പറയാനും ഒക്കെ ആയിട്ട് അങ്ങനെ തൃശ്ശൂർക്കാർ മാറി നിൽക്കില്ല ഒന്നിലും. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഈ കലാപ്രകടനങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വശത്തുനിന്ന് സംഗീതം, തിരുവാതിരപ്പാട്ടാണെങ്കിൽ മറുവശത്തുനിന്ന് മറ്റേ എന്തെല്ലാം കളികളായിരുന്നു ഇന്നല്ലേ. കോൽക്കളി ഉണ്ടായിരുന്നു, ഒപ്പന ഉണ്ടായിരുന്നു. ഇന്ന് വേദിയിലെത്തി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ആസ്വദിക്കാൻ ഒരു പുരുഷാരം ഇങ്ങനെ ഓരോ മണിക്കൂറിലായി വരുന്നു എന്നുള്ളതാണ്. അവരിങ്ങനെ എവിടെ നിൽക്കുന്നില്ല, ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിജയകുമാർ, ഇനി നമ്മുടെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 171 ഇനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. അതായത് 3-ാം ദിനമാണ്, ഇനി 2 ദിവസം കൂടി ഉണ്ട്. 68 ഇനങ്ങളാണ് നാളെയും മറ്റന്നാളുമായി വേദിയിലെത്തുക. ഇന്നിനി ഒരു 10 ഇനങ്ങൾ കൂടി പൂർത്തിയാവാൻ ബാക്കിയുണ്ട്. എന്നിരിക്കെ കപ്പാര് നേടും എന്ന ചോദ്യത്തിന് വലിയ ആകാംക്ഷയുണ്ട്. കാരണം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. വ്യക്തമായ ലീഡ് എന്റെ കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. ഡെക്കറേഷൻ ഒക്കെ വന്നപ്പോ തന്നെ തോന്നി. സത്യമാണ്, കണ്ണൂർ ജില്ല മുന്നിൽ നിൽക്കുന്ന, ഒരു അല്പം മുന്നിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. 14 പോയിന്റ് വ്യത്യാസമുണ്ട് 2-1 സ്ഥാനങ്ങൾ തമ്മിൽ. കാരണം 1-ാം സ്ഥാനത്ത് കണ്ണൂർ ജില്ല 694 പോയിന്റുമായി വലിയ ലീഡിലേക്ക് ഇനങ്ങൾ നാളെ വരാനിരിക്കുന്നേ ഉള്ളൂ, ഇന്നും തീർന്നിട്ടില്ല. അതെ, കോഴിക്കോട് 680, തൃശ്ശൂർ 678, പാലക്കാട് 676, തിരുവനന്തപുരം 660, ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 68 ഇനങ്ങൾ ഇന്നത്തെ 10 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 78 ഇനങ്ങൾ ഇനി ശരിക്കും കഴിയാൻ ബാക്കിയുണ്ട്, പൂർത്തിയാകാൻ ബാക്കിയുണ്ട്. ആ സമയത്ത് ഇനി ഏതൊക്കെ ജില്ലകൾ കയറി വരും എന്ന് പറയാൻ കഴിയില്ല. അതിനിടയിൽ പ്രജിന് എന്ത് മനോഹരമായ കാഴ്ചയാണ് നോക്ക്. അവിടെ 1-ാം വേദിയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. തിരുവാതിരക്കളി ഓരോ ടീമായിട്ട് ഇങ്ങനെ കളികൾ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണിത്. പണ്ടത്തെ കേരളത്തിന്റെ പരിച്ഛേദമാണ് ഈ വേഷം. എവിടെ നിങ്ങൾ വരുന്നത്? ഓക്കെ, അപ്പൊ കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ മൊത്തത്തിലുള്ള ഒരു തിരുവാതിര മത്സരം? ആദ്യമായിട്ടാണോ വരുന്നത്? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളുടെ റിസൾട്ട് എപ്പോഴായിരിക്കും വരിക? അത്ര നേരം കാത്തിരിക്കോ? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേറെ കളികളൊക്കെ കാണാൻ പോകാറുണ്ടോ? പിന്നെ തിരുവാതിരപ്പാട്ടിന്റെ കാര്യത്തില്ലേ, നമ്മളെപ്പോഴും ശിവനും പാർവതിയാണല്ലോ. പാർവതിയുടെ ഓരോ കാര്യങ്ങളാണ് വരുന്നത്. പുതിയ പുതിയ മാറ്റങ്ങൾ തിരുവാതിരക്കളിയിൽ വരുന്നുണ്ടോ? പാട്ടുകളൊക്കെ മാറുന്നുണ്ടോ? ഓരോ മാറ്റങ്ങൾ വരാറുണ്ട്, സ്റ്റെപ്പിലൊക്കെ ചേഞ്ചസ് വരുത്താറുണ്ട്. 2 സ്റ്റെപ്പ് പെട്ടെന്ന് വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പാടിയിട്ടങ്ങ് 2 സ്റ്റെപ്പ്, 2-3 വരികൾ. കോട്ടയിൽ വാഴും മൂർത്തി സുധാ കാത്തരുളേണമേ മംഗളമൂർത്തി അഴകിയനും ചുവടുകളിൽ മനമുണരും ഈണമതിൽ മംഗളമായി വന്നു ചേരണമേ സുഖപുരിയിൽ വാണരുളും ദക്ഷിണമൂർത്തി നിത്യജയ മംഗളം നിത്യജയ അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രജിൻ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഇതിപ്പോ മകരം തുടങ്ങി, ധനുമാസത്തിലെ ഒരു തിരുവാതിര രാവാണ് ഓർമ്മ വരുന്നത്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം പുറത്തു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. അത് കിട്ടട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഈ എ ഗ്രേഡ് കിട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ നിങ്ങളുടെ ഒറ്റ കാര്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പ്രജിൻ, ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ പായസം? പഴയടം പറഞ്ഞാ മതി. വിജയകുമാർ എന്തോ പറയുന്നുണ്ട്, കേൾക്കാമോ? എന്നും ചോദിക്കുന്നതാണ് കേട്ടോ. കാര്യം
അതെ അതെ, ഈ സദ്യയോട് ഒരു ഇച്ചിരി സ്നേഹക്കൂടുതൽ പിന്നെ ഭക്ഷണപ്രിയനാണെന്ന് തോന്നുന്നു. ഓരോ ദിവസവും ഒരു പുതിയ ഐറ്റം എങ്കിലും സദ്യയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് പഴയടത്തിന്റെ പ്രത്യേകത. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഒന്ന് ഈ പായസമാണ്. അത് ഓരോ ദിവസവും ഓരോന്നാണ്. വെറൈറ്റി പായസം. അതെ, അതൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാം എന്താണ് പറയാ, ഓരോ വേദിയിൽ പോയിട്ട് അവിടെ കലാരൂപങ്ങൾ ആസ്വദിക്കുക. അതിനുശേഷം പഴയടത്തിന്റെ സദ്യ. പായസം മാത്രമല്ല കേട്ടോ, സദ്യയിലെ വിഭവങ്ങളും നല്ല രുചികരമാണ്. കൂട്ടുകറി ആവട്ടെ, പച്ചടി, കിച്ചടി, തോരൻ, അങ്ങനെ എന്ന് വേണ്ട, സാമ്പാറും അവിയലും. തകർക്ക് നമ്മളപ്പോ കലോത്സവ നഗരിയിലെ മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി ഒരു ഓട്ടപ്രദർശനം നടത്തുകയാണ്. അതുല്യനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ഒരു ഗ്രന്ഥം കലോത്സവ നഗരിയിലെ സ്ഥിരം സാന്നിധ്യമായ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി തീർന്നു. രണ്ടാമൂഴം എന്ന പുസ്തകം സാക്ഷാൽ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ജീവനും ജീവിതവും തിരിച്ചു നൽകിയത് എങ്ങനെയാണ്? MT വാസുദേവൻ നായരുമായുള്ള ആത്മബന്ധത്തിന്റെ ജീവിതകഥ 24-ലൂടെ പറയുകയാണ് പഴയിടം നമ്പൂതിരി. MT വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിലെ ഒരു ഭാഗം മറക്കാനാവാത്ത ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. കോഴിക്കോട് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ അതിന്റെ മേൽനോട്ടമുണ്ടായിരുന്ന പാചകക്കാരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം രണ്ടാമൂഴവുമായി ബന്ധപ്പെട്ട തന്റെ കഥ പറഞ്ഞു. പല ബിസിനസ്സുകളും നടത്തി പരാജയപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ വീണ താൻ പണ്ട് ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചു. ആത്മഹത്യയ്ക്കൊരുങ്ങുമ്പോഴാണ് കലാകൗമുദിയിൽ രണ്ടാമൂഴം കാണുന്നത്. ആ ലക്കം വാങ്ങി വായിച്ചപ്പോൾ തുടർന്നു വായിക്കാൻ മോഹം തോന്നി. അങ്ങനെ ഓരോ ലക്കവും വായിക്കാനായി ആത്മഹത്യ നീട്ടിവെച്ചുകൊണ്ടിരുന്നു. നോവൽ തീർന്നപ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തന്റെ പുനർജന്മത്തിനു കാരണക്കാരനായ നോവലിസ്റ്റിനെ കലോത്സവ വേദിയിലേക്ക് ആനയിച്ച് സദ്യ വിളമ്പി തന്നു. എനിക്ക് മറക്കാനാകാത്ത അനുഭവമായി അത്. ഒന്ന് നിർത്തി MT കൂട്ടിച്ചേർത്തു. അദ്ദേഹമാണ് ഇന്നു പാചകകലയിൽ അഗ്രഗണ്യനായ സാക്ഷാൽ പഴയിടം മോഹനൻ നമ്പൂതിരി. ഓർമ്മകളുടെ കല്യാണ സൗഗന്ധികം തേടിയിറങ്ങിയ ഞങ്ങൾക്ക് മുൻപിൽ തൃശൂരിലെ ഊട്ടുപുരയിലിരുന്ന് പഴയിടം മനസ്സ് തുറന്നു. MT വാസുദേവൻ നായർ സാർ, അദ്ദേഹം എനിക്കൊരു രണ്ടാം ജന്മം നൽകിയ ഒരാൾ കൂടിയാണ്. ഈശ്വരന് തുല്യം കാണുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്കൊരു വല്ലാത്തൊരു ജീവിതത്തിൻ്റെ ഒരു സന്ദിഗ്ധ ഘട്ടങ്ങളിൽ മുൻപോട്ട് പിടിച്ചു നിൽക്കാൻ അവസരം നൽകിയത് അന്ന് കലാകൗമുദിയിൽ കണ്ടശ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ രണ്ടാമൂഴം എന്ന നോവലായിരുന്നു. അപ്പോൾ 52 എപ്പിസോഡുകൾ കൊണ്ട്, അല്ല 52 ആഴ്ച കൊണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണം തീർന്നപ്പോൾ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ക്രിട്ടിക്കലായിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ 52 ആഴ്ച കൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റി. ആദ്യത്തെ എപ്പിസോഡ് മുതൽ അവസാനത്തെ എപ്പിസോഡ് വരെ കാണാതെ പണിപ്പോൾ എനിക്കിപ്പം പറയാൻ പറ്റും. കാരണം ഞാനൊരു 300 തവണയ്ക്ക് മുകളിൽ അത് വായിച്ചു കഴിഞ്ഞു, ആ പുസ്തകം തന്നെ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും മാത്രമല്ല, ഒരു ഭക്തി കൂടി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറയ്ക്കാനും അല്ല മായ്ക്കാനും കഴിയാത്തൊരു അനുഭവമായിരുന്നു. അതിപ്പോഴും ഒരു പത്മശ്രീ കിട്ടിയതിനേക്കാൾ ബഹുമാനത്തോടു കൂടി ഞാനതെൻ്റെ പുസ്തക ശേഖരങ്ങളുടെ കൂട്ടത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് കടലിന് കറുത്ത നിറമായിരുന്നു എന്നുള്ള തുടക്കം ഇതിൻ്റെ രണ്ടാമൂഴത്തിൻ്റെ ഭാഷയുടെ ഒരു ശൈലി, തികച്ചും വ്യത്യസ്തമായ ഭാഷയുടെ ശൈലി, അതിനേക്കാൾ വ്യത്യസ്തമായ നമ്പൂതിരിയുടെ വരകൾ, അതെല്ലാം വല്ലാത്തൊരു ഭ്രമം, വായിക്കാനുള്ള മോഹത്തിനേക്കാൾ അപ്പുറം ഒരു ഭ്രമം ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെടുന്ന എന്താകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഈ സംഭവം നടക്കുന്നത് 81-ൽ 81-ലാണ് കലാകൗമുദിയിലെ കണ്ടശയായിട്ട് വരുന്നത്. അന്ന് മുതൽ വല്ലാത്തൊരു മോഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചെല്ലാൻ പറ്റുന്ന ഒരാളാണോ ഞാനെന്നൊരു സന്ദേഹം ഉണ്ടായിരുന്നു. സാറിനെ കണ്ടത് 2016-ലായിരുന്നു. 2016-ലെ കലോത്സവത്തിൻ്റെ സമയത്താണ് കാണുന്നത്. ഒരു വലിയ ആത്മബന്ധത്തിന്റെ നീരുറവ പൊട്ടി കടലാകുന്നത് കണ്ടു. രണ്ടാമൂഴത്തിലെ അക്ഷരങ്ങൾ വെട്ടിത്തിളങ്ങി. കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയാറുള്ളതുപോലെ യാത്രാമംഗളം തോഴരെ, നിങ്ങൾക്കും എനിക്കും. രാഹുൽ സുദേവിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്ന് വിപിൻ C. വിജയൻ, 24. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പരാതി.
മുറിവുമായി എത്തിയ 5 വയസ്സുകാരി ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് പരാതി. പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളാണ് പരാതി നൽകിയത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും അന്വേഷിച്ചു മറുപടി നൽകാമെന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് വ്യക്തമാക്കി. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. ഗോകുൽ, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ ആശുപത്രി അധികൃതർ? വിജയകുമാർ, ഇന്നലെ വൈകിട്ടാണ് പോത്തുകൽ ചെമ്പ്ര സ്വദേശിയായിട്ടുള്ള 5 വയസ്സുകാരെയും കൊണ്ട് അവരുടെ മാതാപിതാക്കൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോകുന്നത്. കുട്ടിയുടെ ശരീരമാസകലം പലതരത്തിലുള്ള വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തലയുടെ പുറകിലുള്ള വ്രണത്തിൽ നിന്ന് പുഴുക്കൾ അരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവിടെ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ ചില പരിശോധനകളൊക്കെ നടത്തിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7:45 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ആളുടെ വണ്ടിയിൽ അവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. അവിടെ എത്തിയ ശേഷം ഇയാൾ ആ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെ അവിടെ ആക്കിയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി അവിടെ ഒബ്സർവേഷൻ ഇട്ടതിന് ശേഷം ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയിട്ട് അവർ ഡിസ്ചാർജ് ആയി എന്ന് ഈ പറയുന്ന ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ടുള്ള മണികണ്ഠനെ വിളിച്ചു പറയുകയാണ്. ഇന്നലെ ഈ കുട്ടിയുടെ ശരീരത്തിൽ തലയിലെ പുഴുക്കളെയൊക്കെ മാറ്റി തലയിൽ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയിട്ട് ഇതേ മണികണ്ഠന്റെ വണ്ടിയിൽ ഇവർ തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്ന സമയത്ത് കുട്ടിക്ക് തലയിൽ നിന്ന് വേദന അനുഭവപ്പെടുകയും കുട്ടി കരയുകയും ചെയ്തു. പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് വേദന എടുക്കുന്നുണ്ടോ എന്ന് കുട്ടി പറയുന്നു. അവർ ചെറിയ രീതിയിൽ ഈ പറയുന്ന ബാൻഡേഡ് മാറ്റി നോക്കിയ സമയത്ത് തലയിൽ നിന്ന് പുഴുക്കളുണ്ടായിരുന്നു. അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകുന്ന കുട്ടിയുടെ തലയിലെ വ്രണത്തിൽ നിന്ന് പുഴുക്കൾ വീണ്ടും വരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ST ഹെൽത്ത് പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം അറിയിച്ചതിന് ശേഷം അവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ഒരു പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വീണ്ടും അതായത് രണ്ടാമതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്തതെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്ന ഈ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്രണ്ടിനെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത്തരമൊരു വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്നുമാണ്. പിന്നീട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടാനോ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ 5 വയസ്സുകാരി കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിജയകുമാർ, പരാതിക്കാരുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. മമ്പാട് എത്തിയ സമയത്ത് ഈ എത്തുന്ന സമയത്ത് 2-3 പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാ കരയുന്നത്, അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ചെലവും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകണ കാണാണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്. ഏകദേശം ഒരു 10-25 പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും 5 വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചികിത്സ തുടരുകയാണ് എന്ന വിവരമാണ് ഒടുവിൽ വരുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. LDF-ൽ തുടരാനുള്ള ജോസ് കെ മാണിയുടെ നിലപാടിന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ. UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്തുപിടിച്ചത് പിണറായി വിജയനും CPM-ഉം ആണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അത് മാറ്റിയെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായി. UDF പ്രതീക്ഷിച്ചതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒന്നും ഉണ്ടായില്ല. തുറന്നിട്ട വാതിലിലൂടെ UDF പ്രവേശനത്തിനില്ലെന്ന് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. പിന്നാലെ UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPM-ഉമാണെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. സഭാ നേതൃത്വത്തിനും ജോസ് കെ മാണി മറുപടി നൽകി. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെക്കാൾ മികച്ച രീതിയിൽ ഇടപെട്ടു. എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതാണ് തദ്ദേശത്തിൽ തിരിച്ചടിയായത്. പലയിടത്തും വോട്ടുകൾ നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമെന്നും തീരുമാനം. പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത് ആ തരത്തിൽ ജനങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള
ഒരു 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 എന്താണ് ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും ചെന്ന് എത്തിയിട്ടുണ്ട്. നേതാക്കൾക്കിടയിലും ഭിന്നിപ്പില്ലെന്ന് മന്ത്രിയും MLA-മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. വിജയവും പരാജയവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിസ്റ്റൻസ്, ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ നിലപാടുമാണെന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി പറഞ്ഞ വാക്കുകളെ അടിവരയിട്ടുകൊണ്ട് നിർത്തുന്നു. പാർട്ടി ചെയർമാന്റെ വാക്കുകളാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്താൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. 15 സീറ്റെങ്കിലും ഇത്തവണ വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന UDFന്റെ നീക്കങ്ങൾക്കാണ് ജോസ് കെ മാണിയുടെ അടിയുറച്ച നിലപാടോടെ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് തുറന്നിട്ട വാതിലുകൾ UDF അടയ്ക്കുമോ എന്ന് മാത്രമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ശക്തമായ നിലപാട് വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആത്മാഹൂതി ചെയ്താലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു നിലപാട്. മാറാട് അടക്കമുള്ള വർഗീയ കലാപങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഒരു വശത്ത് മതേതരത്വം പറഞ്ഞ് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ടു സ്വീകരിക്കരുത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയുടെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ന്യൂസ് എക്സ്പ്രസിൽ പ്രധാനപ്പെട്ട വാർത്തകൾ. മുന്നണി മാറ്റ ചർച്ചകൾ തള്ളിയും ഭരണപക്ഷത്തിരുന്ന് സർക്കാരിനെ തിരുത്തിയതെണ്ണി പറഞ്ഞും ജോസ് കെ മാണി. UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി. UDF നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ആരോപണം തള്ളി. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണിയിൽ 13 സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണി മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM-ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിമർശനം. ശബരിമലയിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്ക് കുരുക്ക്. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ചെന്ന് രേഖകൾ. ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന 2012 ഉത്തരവ് ലംഘിച്ചെന്ന് കണ്ടെത്തൽ. വാജിവാഹനം കൈമാറിയത് ആചാരപ്രകാരമെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ. എല്ലാം അന്വേഷിക്കട്ടെ എന്ന് VD സതീശൻ. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പരിശോധനാ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ. മുദ്രവെച്ച കവറിൽ കൈമാറിയത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ് വിതരണം നടത്തിയ സംഭവത്തിൽ സന്നിധാനത്ത് വിജിലൻസ് പരിശോധന. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ നിർണായക നീക്കവുമായി പ്രോസിക്യൂഷൻ. അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ കോടതിയിൽ സമർപ്പിച്ചു. രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താൻ അപേക്ഷ നൽകി. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ അറസ്റ്റ്. നാടിനെ ഞെട്ടിച്ച് മലപ്പുറം കരുവാരക്കുണ്ടിൽ അതിക്രൂര കൊലപാതകം. 14-കാരിയുടെ മരണത്തിൽ പിടിയിലായത് 16-കാരൻ. ബലാത്സംഗത്തിന് ശേഷം കഴുത്തു ഞെരിച്ചു കൊന്നെന്ന് മൊഴി. എനിക്കൊരു കോൾ വന്നതാണ്, ഞാൻ ഇങ്ങോട്ട് എത്താനായിട്ട് വേറെ ആളെ നമ്പറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നമ്പർ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ആ ഒരു സംശയം, പിന്നെ ഈ പയ്യനായിട്ടുള്ള റിലേഷനും കൊണ്ടും അങ്ങനെയാണ് അന്വേഷണം ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറന്മാർ അവന് വീട്ടിൽ വന്ന് സ്റ്റേഷൻ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത്. പെൺകുട്ടിയെ മൃതദേഹം കണ്ടെത്തിയത് പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപം. എറണാകുളം പോണേക്കരയിൽ അച്ഛനും മകളും മരിച്ച നിലയിൽ.
മുംബൈ കോർപ്പറേഷനിൽ ഭരണം പിടിച്ച് BJP സഖ്യം 2.5 പതിറ്റാണ്ടിലധികം നീണ്ട ശിവസേന ഭരണത്തിന് തിരശ്ശീല വീണു. ഉദ്ധവ് രാജ് കൂട്ടുകെട്ടും താക്കറെ കുടുംബത്തെ രക്ഷിച്ചില്ല. പൂനെയിൽ ഒന്നിച്ചു മത്സരിച്ച പവാർ കുടുംബത്തിനും തിരിച്ചടി. താനെയും നാഗ്പൂരും ഉൾപ്പെടെ 29ൽ 25 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP സഖ്യത്തിന്റെ മുന്നേറ്റം. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചരിത്രമെഴുതി ഇരിങ്ങാലക്കുടക്കാരൻ ജഗദീഷ് തൈവളപ്പിൽ. ധാരാവിയിൽ നിന്ന് മത്സരിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയായിരുന്ന ജഗദീഷ് ജയിച്ചത് 4000-ലധികം വോട്ടുകൾക്ക്. അപ്പം ഞാൻ നേരം വെളുത്ത ഒരു 5 മണിയാകുമ്പോഴേക്കും ഞാൻ ഇറങ്ങും എൻ്റെ വാർഡിൽ. അപ്പം ഞാൻ താഴെയുള്ള തട്ടിൽ ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് അവർ ഒരിക്കലും എന്നെ മറന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നും ജനങ്ങൾക്കൊപ്പമെന്ന് ജഗദീഷ് തൈവളപ്പിൽ 24. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയിന്റ് പട്ടികയിൽ കണ്ണൂർ ഒന്നാമത്. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. ജനപ്രിയ ഇനങ്ങൾ അരങ്ങു തകർക്കുന്ന വേദികളിൽ ആസ്വാദകരുടെ ആവേശം. ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടച്ച മലയാളി പാസ്റ്റർ ആൽബിനെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. വീട്ടിൽ പള്ളിയുണ്ടാക്കിയെന്നും ആളുകളെ വിളിച്ചുവരുത്തി മതപരിവർത്തനം നടത്തിയെന്നും FIR. കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. FIRന്റെ പകർപ്പ് 24. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ അപ്പീലുമായി മുൻ മന്ത്രി ആന്റണി രാജു. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യം. അപ്പീൽ നൽകിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വയനാട് CPM-ൽ പൊട്ടിത്തെറി. ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയൻ. കടുത്ത അവഗണനയുണ്ട്. അത് ഇനി ആ അവഗണന അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാനതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരു അരികു പറ്റി അങ്ങ് പോകും. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുകയാണെന്ന് ജയൻ. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം. 3 തവണ മത്സരിച്ചു ജയിച്ച ഷംസുദ്ദീൻ മാറി നിൽക്കണമെന്ന് ഒരു വിഭാഗം. ആവശ്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിച്ചു. മണ്ണാർക്കാട് നിന്നും പ്രാദേശികമായ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട്. അത് ഒരു വിഭാഗം ഞാൻ പറയുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ അക്കാര്യങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. മുസ്ലിം ലീഗ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഡിപ്പെൻസ് ആണ്, സാഹചര്യങ്ങളുടെ മാത്രം ബലത്തിലാണ്. എത്ര കക്ഷികൾ വരുന്നു, പിന്നെ അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്നുള്ളതൊക്കെ വെച്ചിട്ട് മാത്രമേ പിന്നെ ലീഗ് അത് ഡിമാൻഡ് ചെയ്യുള്ളൂ. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പരാതി. മുറിവുമായി എത്തിയ ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണം. നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്. ഏകദേശം ഒരു 10-25 പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും 5 വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു. പരാതി നൽകിയത് പോത്തുകൽ സ്വദേശികളായ ദമ്പതികൾ. അന്വേഷിക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. പാർലമെന്റ് സമിതി രൂപീകരിച്ചതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി. ഈ ബസ് വിവാദത്തിൽ KSRTC-യും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ സമവായം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മേയർ VV രാജേഷും കൂടിക്കാഴ്ച നടത്തി. ഷെഡ്യൂളിൽ മാറ്റം വരുത്തണമെന്ന മേയറുടെ ആവശ്യം അംഗീകരിച്ച് ഗതാഗത മന്ത്രി. പത്തനംതിട്ട ഇളമണ്ണൂരിൽ പിരിവ് നൽകാത്തതിനെ തുടർന്ന് പ്ലൈവുഡ് ഫാക്ടറി ഉടമയ്ക്ക് നേരെ ആക്രമണം. 3 പേർ അറസ്റ്റിൽ. ക്ഷേത്രോത്സവത്തിന്റെ പേരിൽ പിരിവ് ആവശ്യപ്പെട്ടത് CPM DYFI പ്രവർത്തകർ രൂപീകരിച്ച കൂട്ടായ്മ. പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന.
മോഴിശാളയിൽ സൗരോർജ്ജ തൂക്കുവേലിയും കുടിവെള്ള പൈപ്പും തകർത്തു. വന്യജീവി ആക്രമണം പതിവെന്ന് നാട്ടുകാർ. 10 വർഷത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 5 പേർ. കേരള തീരത്ത് നിയമവിരുദ്ധമായി മീൻപിടുത്തം നടത്തിയ ബോട്ടുകൾ പിടികൂടി. ശക്തിയേറിയ ലൈറ്റുകളുമായി മീൻപിടുത്തത്തിനെത്തിയത് കർണാടകയിൽ നിന്നുള്ള ബോട്ടുകൾ. ഫിഷറീസ് വകുപ്പിന്റെ പട്രോളിംഗ് സംഘം ബോട്ടുകൾ പിടികൂടിയത് അതിസാഹസികമായി. 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 25-ന് സമ്മാനിക്കും. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം കൈമാറും. ഗസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ട നടപടികളുമായി ഡൊണാൾഡ് ട്രംപ്. ബോർഡ് ഓഫ് പീസ് അംഗങ്ങളെ ഉടൻ പ്രഖ്യാപിക്കും. ഹമാസിന്റെ നിരായുധീകരണവും ഗസയുടെ പുനർനിർമ്മാണവും ലക്ഷ്യം. സമാധാന ശ്രമങ്ങൾക്കിടയിൽ ഗസയിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേൽ. ഹമാസ് സായുധ വിഭാഗം കമാൻഡർ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ശക്തമായ നിലപാട് വേണമെന്ന് മുഖ്യമന്ത്രി. പരാമർശം കേരളത്തിലെ വർഗീയ കലാപങ്ങൾ ഓർമ്മിപ്പിച്ചു. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ. ഒരു വശത്ത് മതേതരത്വം പറഞ്ഞ് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. ഇരുവരുടെയും പരാമർശം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയുടെ സമാപന വേദിയിൽ. രാഷ്ട്രീയ പ്രസംഗങ്ങളെ തള്ളി കാന്തപുരം. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയായി ആരും കരുതരുത് എന്ന് ഓർമ്മപ്പെടുത്തി. ലോട്ടറി ക്ഷേമനിധി ബോർഡ് തട്ടിപ്പിൽ LD ക്ലാർക്ക് സംഗീത് കുമാർ അറസ്റ്റിൽ. വിജിലൻസ് നടപടി. 14.93 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പ് പുറത്തുവിട്ടത് 24. സംസ്ഥാനം ശുചിയാക്കാൻ ക്ലീൻ കേരള ക്ലീൻ പദ്ധതിയുമായി 24. AI സഹായത്തോടെ 1 കോടി പേരുടെ ക്ലബ്ബുണ്ടാക്കുമെന്ന് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ. ഞാനൊരു പുതിയ പരിപാടി തയ്യാറാക്കിക്കൊണ്ട് വരിക. അത് SKN 41 ആണ്. അത് ക്ലീൻ കേരള ക്ലീൻ എന്നാണ് അതിൻ്റെ പേര്. ഇതിനെന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ 1 ലക്ഷം പേരുടെ 1 കോടി ആൾക്കാരുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാൻ പോവുക. പക്ഷേ ഞാനതിൻ്റെ ഏതാണ്ട് അടുത്ത 28-ാം തീയതി ആകുമ്പോഴേക്കും ഈ 1 കോടി ആൾക്കാരുടെ ആപ്പ് റെഡിയായിരിക്കും. പദ്ധതിയുടെ ആപ്പ് ഈ മാസം 28-ാം തീയതിയോടെ സജ്ജമാകും. വിഴിഞ്ഞം തുറമുഖം 2ാം ഘട്ട ഉദ്ഘാടനം ഈ മാസം 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. ഇനി നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച +2 വിദ്യാർത്ഥിനി അയോണ മോൺസന് കണ്ണീരോടെ വിട നൽകി നാട്. തിരൂർ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ ഉറ്റവരും സുഹൃത്തുക്കളും അടക്കം 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രിയപ്പെട്ടവളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവരുടെ മുന്നിലേക്ക് അയോണ അവസാനമായി എത്തിയത് ചേതനയറ്റ്. സ്കൂളിലും പള്ളിയിലും നടന്ന പൊതുദർശനത്തിൽ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ 100 കണക്കിനു പേർ അന്തിമോപചാരമർപ്പിച്ചു. പൂക്കളാൽ അലങ്കരിച്ച കല്ലറയിലേക്ക് യാത്രയാകുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും അന്ത്യചുംബനം കണ്ടുനിന്നവർക്ക് നോവായി മാറി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പയ്യാവൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് അയോണ ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രിയോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. വിട പറഞ്ഞു പോകുമ്പോഴും 5 പേരിലൂടെ അയോണ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കും. 24 കണ്ണൂർ.
പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി. ലോ കോളേജ് വിദ്യാർത്ഥി അക്ഷയ് കൃഷ്ണൻ നൽകിയ റിട്ട് ഹർജിയിലാണ് ഉത്തരവ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി സമർപ്പിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ? വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ ഈ രക്തസാക്ഷി മണ്ഡപവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തടയണമെന്നാവശ്യപ്പെട്ടൊരു ഹർജി വന്നത്. ലോ കോളേജ് വിദ്യാർത്ഥിയായ അക്ഷയ് കൃഷ്ണനാണ് ഇത്തരത്തിലൊരു റിട്ട് പെറ്റീഷൻ നൽകിയത്. ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇതിന്റെ ഉദ്ഘാടനം തടഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SFI നേതാവായിരുന്ന സക്കീർ ഹുസൈന്റെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു മണ്ഡപം നിർമ്മിച്ചത്. നിലവിൽ ഈ കോളേജിൽ തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലോ കോളേജിലെ 4ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കും ആ കാര്യങ്ങൾ പോയിരുന്നു. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇതിന്റെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനിരുന്നത്. പക്ഷേ നിലവിൽ കോടതി നിർദ്ദേശമുള്ള സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാനാകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. യെസ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ ഈ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഈ ഹർജി വരികയും കോടതി അത് തടയുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 2024 ജെസ്സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. തോപ്പിൽ ഭാസി പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പുരസ്കാരം സമർപ്പിച്ചത്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് ഈ പുരസ്കാരം. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭരാത്രി. തിരുവനന്തപുരം നന്ദാവനം N കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര വിതരണം. 33,333 രൂപയും കാരയ്ക്കാമണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന തോപ്പിൽ ഭാസി അവാർഡ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. ശ്രീകണ്ഠൻ നായർ തങ്ങളെ വിമർശിക്കുന്ന അടുത്ത ബന്ധുവെന്ന് ബിനോയ് വിശ്വം. ശ്രീകണ്ഠൻ നായർക്ക് എന്തോ ഒരു മാസ്മരികമായ ആകർഷണീയതയുണ്ട്. അദ്ദേഹം മാറി മാറി പ്രവർത്തിച്ച ഒരുപാട് മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞു. കേരളകൗമുദി മുതൽ 24 വരെ പല പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടു. അവിടെയെല്ലാം ഒരു ടച്ചുണ്ട്. ആ ടച്ചിന് ഒരു SKN എന്നാണല്ലേ, SKN ടച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ടച്ച് ഉണ്ടായിരുന്നു. ഇത്രയും കൊല്ലങ്ങൾ അദ്ദേഹം ദൃശ്യമാധ്യമത്തിൽ വന്നപ്പോഴെല്ലാം ഒരേ താളത്തിൽ, ഒരേ സ്പിരിറ്റിൽ, ഒരേ ഊർജത്തിൽ അദ്ദേഹം വിഷയം എന്തായാലും രാവിലെ മുതൽ രാവിലെ ചെല്ലും വരെ ശ്രോതാക്കളെ പിടിച്ചിരുത്തും. അതേപ്പറ്റി ഇതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് ഹോംവർക്ക് വേണം, ഒരുപാട് വായന വേണം, ചരിത്രജ്ഞാനം വേണം, സാഹിത്യലോകത്തെപ്പറ്റി അറിയണം, ചിലപ്പോൾ അതിനപ്പുറത്തേക്കുള്ള അറിവുകൾ വേണം. അതെല്ലാം വായിച്ചും പഠിച്ചും പെട്ടെന്ന് വായിച്ചും പഠിച്ചും അതിനെല്ലാം വെളിച്ചത്തിൽ ഇത്രയും അട്രാക്റ്റീവായി ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവാണ് ഞാൻ കണ്ട പ്രത്യേകത ശ്രീകണ്ഠൻ നായരിൽ. പഠനകാലം മുതൽ തന്നെ പുതുപ്പള്ളി രാഘവൻ വഴി തോപ്പിൽ ഭാസിയെ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് R ശ്രീകണ്ഠൻ നായർ. തോപ്പിൽ ഭാസിയുടെ പേരിലുള്ള പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുന്നുവെന്നും മറുപടി. എൻ്റെ ക്ലാസ്സിൽ പുതുപ്പള്ളി രാഘവൻ്റെ മകളുണ്ടായിരുന്നു, രണ്ടാമത്തെ മകൾ. ഞാനെപ്പോഴും ശോഭയുടെ കൂടെ, ഞങ്ങളൊക്കെ അച്ഛനായിരുന്നു അദ്ദേഹത്തെ വിളിക്കുന്നത്, അച്ഛനെ കാണാനായിട്ട് പോവും. അങ്ങനെ ഒരു സംസാര വേളയിലാണ് ഒരിക്കൽ അദ്ദേഹം തോപ്പിൽ ഭാസിയുടെ ഒരു കത്ത് കിട്ടിയ കാര്യം എന്നോട് പറയുകയും ആ കത്ത് കാണിച്ചു തരികയും ചെയ്തു. ഞാൻ ഈ ആകാശവാണിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു 19 റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അന്ന് നമ്മൾ ഈ നാടകം എഴുതുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ എന്നെ വിളിച്ചിട്ടുണ്ടാവാം, തോപ്പിൽ ഭാസി തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം
നാടകം പോലൊരു സാഹിത്യ ശാഖയ്ക്ക് അതിൻ്റെ പിറവിക്ക് അനുഭവങ്ങൾ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഈ കാലത്തുണ്ട്. എന്നാൽ അനുഭവത്തിൻ്റെ തീപ്പൊള്ളലുള്ള ആളുകൾക്ക് എത്രയും ശക്തമായി എഴുതാൻ കഴിയുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ആളാണ് ശ്രീ തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി ചേട്ടൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം എന്നെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കും. ഈ സമൂഹത്തിന് പറ്റുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. എനിക്ക് എൻ്റെ ഒരു പേടി ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് കൂടുന്ന സമയമൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഇനി എത്ര കാലം നമുക്ക് ഈ സാമൂഹ്യ രംഗത്തൊരു മാറ്റം ഉണ്ടാക്കാൻ അവസരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ കാപട്യമില്ലാത്ത മാധ്യമപ്രവർത്തകനാണ് ആർ ശ്രീകണ്ഠൻ നായരെന്ന് തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ തോപ്പിൽ ഭാസി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ഭാരവാഹികൾക്കൊപ്പം തോപ്പിൽ ഭാസിയുടെ മകൾ മാലയും പേരക്കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളും KPSC നാടകഗാനങ്ങളും ഉൾപ്പെടുത്തിയ ഗാനാഞ്ജലിയും അദ്ദേഹം രചിച്ച ഷെൽട്ടർ എന്ന നാടകവും അരങ്ങേറി. 24 തിരുവനന്തപുരം.